നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, ഇയാൾക്ക് ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട് ഇല്ല. ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ആക്ഷേപിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു. കലാമണ്ഡലം സത്യഭാമയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് എതിരായിട്ട് ഒരു കൂട്ടം കലാമണ്ഡലത്തിലെയും അതുപോലെയുള്ള കുറേ നർത്തകിമാരൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ ശക്തമായിട്ട്. കാരണം ഒരിക്കലും ഒരു ടീച്ചറും പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണെന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കലാഭവൻ മണിയുടെ സഹോദരനെയൊക്കെ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ചതിൽ വളരെ അധികം പ്രതികരണത്തോടെ വന്നിരിക്കുകയാണ് കുറച്ച് ടീച്ചേഴ്സും അതേപോലെ കലാമണ്ഡലം സത്യഭാമയുടെ കുറച്ച് ശിഷ്യത്തിമാരൊക്കെ ആയിട്ടുള്ള അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. ടീച്ചറെ എനിക്ക് 2-3 ദിവസത്തെ പരിചയം ടീച്ചറെ എനിക്ക് നേരിട്ടുണ്ട്. അന്നു മുതലേ തന്നെ ടീച്ചറുടെ ഒരു പദപ്രയോഗങ്ങൾ ആ ഒരു ശൈലിയിലാണ് ടീച്ചർ ജീവിച്ചു പോകുന്നതിന്റെ ഒരു ഇതായിരിക്കും. ചിലപ്പം ടീച്ചർക്ക് അതൊരിക്കലും മാറ്റാൻ പറ്റും തോന്നുന്നില്ല. കാക്കയെ പോലെ ഇരുന്നാലും ഏതവസ്ഥയിലിരുന്നാലും നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കള് പൊന്നുപോലെയായിരിക്കും അല്ലേ. നമ്മളുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടികളെ പോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പഠിപ്പിക്കാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് മാനവീയം തിരുവിടമാണ് ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ക്ഷണിച്ച് വന്നത്. അതിലുപരി എൻ്റെ ഒരു സഹപ്രവർത്തന എന്ന നിലയിൽ എനിക്ക് അങ്ങേറ്റം എന്ത് വേണമെങ്കിലും രാമചന്ദ്രന് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. രാവിലെ തന്നെ ഞാൻ നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും കേസായിട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ നിയമസാധ്യതകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതൊരു രാമകൃഷ്ണന്റെ മാത്രം പ്രശ്നമായിട്ട് കാണുന്നില്ല. നമ്മൾ കറുത്ത കുട്ടികളായാലും വെളുത്ത കുട്ടികളായാലും നൃത്തം പഠിക്കുന്നതിന് അങ്ങനെയൊന്നുമില്ലല്ലോ. ദൈവം ഓരോരുത്തർക്കും ഓരോ സർഗവാസന കൊടുത്തിരിക്കുന്നതാണ്. അതിനെ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ടീച്ചർ പറഞ്ഞതുപോലെ മത്സരത്തിൽ കറുത്ത കുട്ടികളെ പിന്തള്ളുന്ന നമ്മുടെയൊക്കെ കൂടെ പഠിച്ചു പോയിട്ടുണ്ട്. കറുത്ത പിള്ളേര് ഇഷ്ടംപോലെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്, മത്സരിച്ച് സമ്മാനം നേടിയിട്ടുണ്ട്. കളറൊന്നും ഇതിന്റെ ഒരു മാനദണ്ഡമൊന്നുമല്ല. നന്നായിട്ട് കളിക്കുക, നല്ല നൃത്തം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മത്സരത്തിൽ വിൻ ചെയ്യാനായാലും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിനായാലും ഒക്കെയുള്ള മാനദണ്ഡം. അതെ. ഇത് ഗണപതിയുടെ ഒരു ഗണപതി സ്തുതിയായിട്ടാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുക, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തില് ഭരതനാട്യത്തിലും കൃഷ്ണന്റെ കഥകളാണ് ആട്. കൃഷ്ണന്റെ കളർ എന്താ? നീല കളറാണ്, കാർവർണം എന്നാണ് പറയുന്നത്. അതുപോലെ ശിവന്റെ ഒരു ഐറ്റം ഇല്ലാതെ ഒരാളുടെയും നൃത്തം കംപ്ലീറ്റ് ആവാറില്ല. ശിവന്റെ നിറം എന്താ? നീലകണ്ഠൻ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് പുകഴ്ത്താം, ഇവരുടെയൊക്കെ കഥകൾ വെച്ച് നമുക്ക് നൃത്തമാടാം. അപ്പൊ ആ ഒരു കഴിവുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തത്? ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കളറോ അല്ലെങ്കിൽ ജാതിയോ ഒന്നുമല്ല. ഇതിന്റെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അസൂയ കുശുമ്പ് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള പദത്തിലൂടെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമേ. ഓരോ അമ്മക്കും സ്വന്തം മക്കള് എന്തായത് പണ്ടൊരു ചൊല്ലുണ്ട്, കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. അത് വളരെ സത്യമാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്ന ഇവരൊക്കെ മാക്സിമം മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അടുത്തു നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു ഇത്. പിന്നെ മറ്റൊരാൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, മേഥിൽ ദേവിക, നർത്തകിയാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, അവർ എന്താണ് പറയുന്ന വാക്കിലേക്ക് നമുക്ക് പോകണം. നർത്തകി മേഥിൽ ദേവിക മാതൃഭൂമിനൊപ്പം ചേരുകയാണ്. മാം, ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് മാമിൻ്റെ ശ്രദ്ധയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിറത്തിൻ്റെ പേരിലൊക്കെ ഒരു അധിക്ഷേപം നടത്തുകയാണ്, കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരാളെ ഹേർട്ട് ചെയ്യാനും ഇത്തരം ഒരു എന്താ പറയുക ഡിസ്ക്രിമിനേറ്ററി മൈൻഡ് സെറ്റ്, കാസ്റ്റ്, കളറ്, ജെൻഡർ, ബോഡി, ഇതൊക്കെയൊക്കെ ചർച്ച കുറേ കാലം മുമ്പേ കഴിഞ്ഞിരിക്കുന്നു ഡാൻസിൽ. അതെന്നൊക്കെ നമ്മൾ ആക്ച്വലി ഉയർത്തി എഴുന്നേറ്റവരാണ്. കുറേ വർഷങ്ങളായി നമ്മൾ കുറേ ഡെക്കഡ്സായി എന്നൊക്കെ പുറത്ത് വന്നപ്പോൾ വീണ്ടും അവിടെ തന്നെ നിൽക്കണം. എന്തൊക്കെ ചെയ്യാം? വെരി വെരി ബാഡ്. അവർ പറയുന്നത് ഇപ്പോൾ മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനിയായിരിക്കണം, മോഹനനാകാൻ പാടില്ല എന്ന രീതിയിലൊക്കെ. ഇതൊന്നും നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പോലും ഉള്ള സംഭവം ഇല്ല. അതിലും മോഹിനി ആയിരിക്കണം. വാട്ട് ഈസ് മോഹിനി?
ഹൂ ഇസ് മോഹിനി? കറുപ്പ് കളറുമായിട്ട് ഒരാൾ വരുന്നുണ്ട്, മത്സരിക്കേണ്ട, പക്ഷെ പ്രൈസ് കിട്ടില്ല. കാരണം അതിൻ്റെ ഒരു മാനദണ്ഡത്തിൽ സൗന്ദര്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ വേദിയിൽ കളിച്ചോട്ടെ, പ്രാക്ടീസ് ചെയ്തോട്ടെ, എല്ലാം ചെയ്തോട്ടെ, പക്ഷെ മത്സരിക്കേണ്ടതില്ല ഒരു നിറം അങ്ങനെ ആയാലെന്ന് പറയുമ്പോൾ അതൊക്കെ മൈൻഡ് സെറ്റിൻ്റെ എന്തോ പ്രശ്നമായിരിക്കണം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെ കലാമണ്ഡലത്തെ ടീച്ചേഴ്സൊന്നും എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ കലാമണ്ഡലത്തിൽ ആക്ഷേപിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പറയേണ്ടത് ഇത്തരം വ്യക്തികളെ എന്തുകൊണ്ടാണ് ചില ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിൽ ഇരുത്തുന്നു, പവർ പൊസിഷൻസിൽ ഇരുത്തുന്നു, അങ്ങനെ ഇരുത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വലി ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ? അവർ സ്വയം നിശ്ചയിക്കേണ്ട. അതായത് ഒരിക്കലും ഇത്തരത്തിലുള്ളത് ആവർത്തിക്കാൻ പാടില്ല. ഒരു ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നിട്ടുള്ളത്, ഒരു വർണ്ണ വിവേചനമാണ്. ഇത്തരത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് മേതിൽ ദേവിക നർത്തകി പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ അതിശക്തമായി ഇതിനെ അവർ ചെയ്തത് തെറ്റല്ല എന്ന് മീഡിയൻ്റെ ഒക്കെ മുന്നിൽ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ധാർഷ്ട്യത്തോടെയാണ്! അപ്പോൾ അതൊന്ന് നമ്മൾ കണ്ടു നോക്കാം. ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും അവരിലൊരു മാറ്റവുമില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. എന്ന് നമ്മൾ കണ്ടു നോക്കാം. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു, അത്ര തന്നെ. കലാകാരനൊക്കെ അവിടെ ഇട്ടെ. കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമം ഉണ്ടോ? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചേ. മനസ്സിലായ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ല അവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ, എന്ത് പറഞ്ഞാലും നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, ഇയാൾക്കും ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട് ഇല്ല? അല്ല, അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മയുണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത്, ഇയാൾക്കല്ലേ അമ്മ? പറഞ്ഞ മനസ്സിലായ? ഓ, നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണം എന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ആക്ഷേപിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വെളുക്കുമ്പോൾ തുടങ്ങും വല്ലതും കിട്ടാണ്ടോന്ന്. അതൊന്നും എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ചില മനുഷ്യരെ അങ്ങനെയാണ്. അവർ എന്ത് തന്നെ ചെയ്താലും അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വർണ്ണ വിവേചനം പുറത്ത് ചാടും. ചില മനുഷ്യരെ നമ്മൾ പണ്ടൊരു ഉണ്ട്, സ്വയം മാറാത്തിടത്തോളം കാലം ഒരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. അത് വളരെ സത്യമാണ്. അത് ഈ സത്യഭാമയിലും സംഭവിച്ചു. ഇത്രയൊക്കെ അവരിതായിട്ടും ഇത്രയൊക്കെ ജനങ്ങൾ ഈ 1-2 ദിവസമായിട്ട് ഇതിനെ പ്രതികരിച്ചിട്ടും അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു മനോഭാവം മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ഇത്തരം വ്യക്തികളൊക്കെ കലാമണ്ഡലം പോലത്തെ ഇതിൻ്റെയൊക്കെ വലിയ അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ടും വലിയ സ്ഥാനങ്ങളൊക്കെ എന്തിനാണ് നൽകുന്നത്? കാരണം ഇത്രയ്ക്ക് വർണ്ണവിവേചനത്തിനൊക്കെ നമ്മൾ ഈ നാനത്വത്തിൽ ഏകത്വമായ ഇന്ത്യയിൽ നമ്മൾ വർണ്ണവിവേചനത്തിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൻ്റെ മുൻ കാലഘട്ടം മുതലേ രാജാ മോഹൻ റോയ് അത്തരത്തിൽ ഒരുപാട് നായകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ ഒരുപാട് വർണ്ണവിവേചനത്തിനെതിരെ ലോകം മുഴുവൻ ക്യാമ്പയിൻ നടന്നിട്ടുള്ള കാലഘട്ടമാണെന്ന്. ഇത്രയും രൂക്ഷമായി ഇപ്പോഴും അവർ ചെയ്യുന്നത് തന്നെ ശരി എന്ന് അനുകൂലിക്കുന്ന ഇവരൊക്കെ നമ്മൾ എന്തിനാണ് ഇത്രയും വലിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്നത്?
വരും ദിവസങ്ങൾ നോക്കാം ഇനിയെങ്കിലും അവർക്കൊരു മാറ്റമുണ്ടാവുമോ എന്ന്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം.